ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ മൂന്നാളുകൾ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനാ രീതികളെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ തിരുഭാര്യമാർ ആ വന്നവർക്ക് എല്ലാം വിശദീകരിച്ചു കൊടുത്തു. അത് കേട്ട അവർക്ക് വല്ലാത്ത ആശങ്കയുണ്ടായി. സ്വന്തം ഇബാദത്തുകൾ നന്നേ കുറഞ്ഞു പോയോ എന്നവർക്ക് തോന്നി. അവരങ്ങനെ അഭിപ്രായപ്പെട്ടു, നമ്മളെവിടെ, തിരുദൂതരെവിടെ? പരിപൂർണമായി പാപങ്ങൾ പൊറുക്കപ്പെട്ടവരാണ് പ്രവാചകർ. എന്നിട്ട് പോലും ആരാധനാ കാര്യങ്ങളിൽ ഇത്ര കണിശത കാണിക്കാൻ? അതുകൊണ്ട് ഞാനിനി രാത്രി മുഴുക്കെ നിസ്കാരമായിരിക്കും. ഒരാൾ പറഞ്ഞു. ഞാൻ കാലം മുഴുക്കെ നോമ്പെടുക്കും, ഒരു ദിവസവും ഒഴിവാക്കൂല, നോമ്പൊഴിവാക്കുന്ന പ്രശ്നമേ ഇല്ല. രണ്ടാമതൻ ശപഥം ചെയ്തു, ഞാനിനി സ്ത്രീകളെ ഉപേക്ഷിക്കുകയാണ്, ഭാര്യമാരെയൊക്കെ ഉപേക്ഷിക്കുകയാണ്, ഒരിക്കലും ഇനി പെണ്ണ് കെട്ടില്ല. മൂന്നാമൻ പ്രതിജ്ഞയെടുത്തു. ഇത്രയുമായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് വന്നു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ഗ്രഹിക്കണം, ഞാനാണ് നിങ്ങളിൽ മികച്ച ഭക്തൻ. അള്ളാഹുവിനെ കൂടുതലായി ഭയക്കുന്നവൻ ഞാനാണ്. ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, നോമ്പൊഴിവാക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നിദ്ര കൊള്ളുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, വിവാഹം കഴിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ചര്യ. എൻ്റെ ചര്യ താൽപ്പര്യപ്പെടാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. ഞാൻ കണ്ടില്ലേ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതുപോലെ നിങ്ങൾക്കും ജീവിക്കാം, അതേപോലെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഇങ്ങനെ ശപഥം ചെയ്ത് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നിൽക്കലല്ല ശരി എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു.